ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ദിനം ഓസീസ് വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. കാരണം വലിയ തന്ത്രങ്ങളോട് കൂടി തന്നെയാണ് ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനാണ് ഓസ്ട്രേലിയ ശ്രമിച്ചത്. പക്ഷേ എല്ലാ താളവും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ ആദ്യ പന്തിൽ തന്നെ ജയ്സ്വാളിനെ പുറത്താക്കിക്കൊണ്ട് ഓസ്ട്രേലിയ മികവ് തെളിയിച്ചു. പക്ഷേ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് വന്നിട്ടുള്ള KL രാഹുലും അതുപോലെ തന്നെ സൂപ്പർ താരമായിട്ടുള്ള ശുഭ്മാൻ ഗില്ലും ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 70-1 എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കും. തീർച്ചയായിട്ടും ഓസീസ് വലിയ തിരിച്ചടി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ഒരു മൊമെൻറ്റം തുടർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ 300-400 മുകളിൽ പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ബാറ്റിങ്ങിന് വലിയ അനുകൂലമായൊരു പിച്ച് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഓസീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇന്ത്യ മേധാവിത്വം പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 70-1 എന്ന നിലയിലാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓസീസിൻ്റെ എല്ലാ തന്ത്രങ്ങളും പാടുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് KL രാഹുലും സൂപ്പർ താരമായിട്ട് ശുഭ്മാൻ ഗില്ലും അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. സ്വിങ്ങിന് വലിയ മേധാവിത്വമുള്ള പിച്ചാണ് അഡലേഡ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജോഷ് ഹേസൽവുഡിന് നഷ്ടം ഓസീസ് എങ്ങനെ നികത്തും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇന്ത്യക്കാണെങ്കിൽ ബുംറ മികച്ച സ്വിങ്ങുള്ളൊരു ബോളറാണ്. അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു പോരാട്ടം കൂടിയായിരിക്കും ഇത്. എന്നാൽ ബാറ്റിങ്ങിന് അനുകൂലമായൊരു കാഴ്ചയാണ് ആദ്യ ദിനം കാണാൻ സാധിക്കുന്നത്. KL രാഹുലും ശുഭ്മാൻ ഗില്ലും വലിയ ഷോട്ടുകൾ തുറത്തുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.